ഒരു ചെറിയ ചായക്കടയിൽ പോലും ഇന്ന് നമ്മൾ പണം നൽകുന്നത് ഫോൺ ഉപയോഗിച്ചാണ്. UPI അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ എന്തുകൊണ്ടാണ് നമ്മുടെ UPI പോലെ ഇത്ര ലളിതമായ ഒരു സംവിധാനം ഇല്ലാത്തതെന്ന്? ഇന്ത്യ ഡെവലപ്ഡ് കൺട്രീസിനേക്കാൾ സാങ്കേതിക വിദ്യയിൽ മുന്നിലായതുകൊണ്ടാണോ ഇത്? അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഇന്ത്യയിൽ UPI ഇത്ര വലിയ വിജയമാകാൻ പ്രധാന കാരണം അതിന്റെ ലളിതമായ ഉപയോഗവും സീറോ കോസ്റ്റുമാണ്. നമ്മൾ 1 രൂപ അയച്ചാലും 1000 രൂപ അയച്ചാലും ബാങ്കുകൾ ചാർജ് ഈടാക്കുന്നില്ല. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ഒരു ഓപ്പൺ പ്രോട്ടോകോൾ ആണ്. അതായത് ഏത് ബാങ്ക് അക്കൗണ്ടും ഏത് ആപ്പുമായി, എക്സാമ്പിൾ ഫോൺ പേ, GPay, Paytm ആയിട്ട് ബന്ധിപ്പിക്കാം. ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ പണമിടപാടുകളുടെ എണ്ണവും കൂടുതലാണ്. ഈ വലിയ വിപണിയെ ഡിജിറ്റലാക്കാൻ ഗവൺമെന്റ് നൽകിയ ശക്തമായ പിന്തുണയും ഇന്റർനെറ്റിന്റെ കുറഞ്ഞ നിരക്കും വലിയ പങ്ക് വഹിച്ചു. ഇനി അമേരിക്കയുടെയോ സ്വിറ്റ്സർലൻഡിന്റെയോ കാര്യം നോക്കാം. അവിടെ ടെക്നോളജി ഇല്ല എന്നല്ല, മറിച്ച് അവിടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശക്തമായ ഒരു സംവിധാനമുണ്ട്. അതാണ് ക്രെഡിറ്റ് കാർഡുകൾ. അമേരിക്കയിൽ മിക്കവരും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഓരോ തവണയും കാർഡ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് പോയിന്റുകളോ ക്യാഷോ തിരികെ ലഭിക്കും. കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളിൽ തട്ടിപ്പ് നടന്നാൽ ബാങ്ക് ഉടൻ തന്നെ ക്യാഷ് തിരിച്ചു നൽകും. എന്നാൽ UPIയിൽ ക്യാഷ് പോയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. വായ്പകൾ ലഭിക്കാൻ ക്രെഡിറ്റ് സ്കോർ വളരെ പ്രധാനമാണ്. അതിനായി അവർ കാർഡുകളെ ആശ്രയിക്കുന്നു. കൂടാതെ അവിടുത്തെ ബാങ്കിംഗ് സംവിധാനങ്ങൾ വളരെ പഴയതാണ്. അത് മാറ്റുക എന്നുള്ളത് വളരെ ചിലവേറിയ കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ സംവിധാനങ്ങളെ ഒഴിവാക്കി നേരിട്ട് ഏറ്റവും പുതിയ മൊബൈൽ ടെക്നോളജിയിലേക്ക് മാറുകയായിരുന്നു. ഇന്ത്യക്ക് ഡെവലപ്ഡ് കൺട്രീസിനേക്കാൾ മികച്ച ടെക്നോളജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിയൽ ടൈം പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ലോക നേതാവ് എന്ന് പറയേണ്ടി വരും. അമേരിക്കയിലൊക്കെ ക്യാഷ് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്താൻ ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും. എന്നാൽ ഇന്ത്യയിൽ അത് UPI വഴി നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നു. ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ലോകം മുഴുവൻ മാതൃകയാക്കുകയാണ്. ഫ്രാൻസ്, UAE, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ പോലും UPI സ്വീകരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെ കുറവ് കൊണ്ടല്ല ഡെവലപ്ഡ് കൺട്രീസിൽ UPI ഇല്ലാത്തത്, മറിച്ച് അവിടുത്തെ പഴയ ബാങ്കിംഗ് ശീലങ്ങളും ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെ സ്വാധീനവും കൊണ്ടാണ്. എന്നാൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഈ വിജയം കണ്ട് പല രാജ്യങ്ങളും സമാനമായ സംവിധാനങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാകും. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ ടെക്നോളജി ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.